കാക്കുന്ന ഓരോനെ എങ്ങും നിന്നാമങ്ങൾ വാഴ്ത്തുന്നു ഇനങ്ങൾ വാഴ്ത്തുന്നു ഇനങ്ങൾ ഒത്തൊരുമിച്ചെന്നും ദൂരങ്ങൾ പോകുമ്പോൾ ഉത്തമ ജീവിതം നീ തന്നെ നൽകണം നീ തന്നെ നൽകണം ഞങ്ങളെ കാക്കുന്ന ഓരോനെ എങ്ങും നിന്നാമങ്ങൾ വാഴ്ത്തുന്നു ഇനങ്ങൾ വാഴ്ത്തുന്നു ഇനങ്ങൾ സുഖസ്ഥനായി ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വേണമേ അങ്ങയുടെ സ്വത്തിലെ പോലെ ഭൂമിയിലുമാകണമേ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ചെയ്യപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി ഈശ്വരനിലേക്ക് ഉടനാകുന്നു പരിശുദ്ധാത്മാവും സ്തുതി പരിശുദ്ധാത്മാവേ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരിതഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഇതാ കർത്താവിന്റെ വചനമൊലി ഇതിലാവട്ടെ എന്ന് നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരിതഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു സങ്കീർത്തനം 23 കർത്താവിന്റെ ഇടയിൽ അവിടെ നിന്ന് നയിക്കുന്നു അവിടെ എനിക്ക് ഉന്മേഷം നൽകുന്നു പരനാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു മരണത്തിനുള്ള താഴ്വരകളിൽ നടക്കുന്നെങ്കിലും അവിടുന്ന് കൂടെയുള്ള ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പിക്കുന്നു എന്റെ ശത്രുക്കളിൽ നിലനിന്നിരിക്കുന്നു എന്റെ ശിരസ്തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എന്റെ പാലപാത്രം കവിഞ്ഞിറങ്ങുന്നു അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവനും ഇന്ന് എനിക്ക് വയ്ക്കും കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്ക് വസിക്കും നിങ്ങളെ അനുഗ്രഹിക്കും പെണ്ണിനും ചെറുക്കനും കല്യാണം പെണ്ണിനും ചെറുക്കനും കല്യാണം സ്നേഹത്തോടെ സ്റ്റേജിനോട് സ്വാഗതം ചെയ്യുന്നു.
കച്ചേരി പാടാമെടി കച്ചേരിക്കാരാനും പോരും നോടി പോരുമ്പം പൂക്കൊമ്പത്താടും നോടി അമ്പാട്ടെ തമ്പ്രാട്ടി കുഞ്ഞാങ്കിളി വെയിലേ വെയിലേ വെറുതെ തരുമോ നിറനാടിൽ നിറകെ പൊന്ന് ഓ കല്യാണ കച്ചേരി പാടാമെടി കച്ചേരിക്കാരാനും പോരും നോടി വെയിലേ വെയിലേ വെറുതെ തരുമോ നിറനാടിൽ നിറകെ പൊന്ന് ഓ കല്യാണ കച്ചേരി പാടാമെടി കച്ചേരിക്കാരാനും പോരും നോടി. രണ്ടുപേരും കൂടി കേക്ക് കട്ട് ചെയ്ത് മിലി ചേച്ചിക്ക് വെച്ചു കൊടുക്കുകയാണ്. നല്ലൊരു കയ്യടി നമുക്ക് നൽകാം. ഇപ്പൊ മിലി ചേച്ചിയുടെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കുന്ന ആന്റണി ഡാഡിയും എൽസി മമ്മിയാണ് സ്റ്റേജിലുള്ളത്. മുന്നിലിരിക്കുന്ന ഫ്രൂട്ട്സ് നൽകി മധുരം വെപ്പ് ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് ജോസഫ് അച്ചാച്ചനെ സ്വാഗതം ചെയ്യുന്നു. ശ്യാമരൂപനെ നെഞ്ചിനുൾ താളിലായി തുന്നിവച്ചൊരു രാധയാണേവൾ നളനാം നിന്നിലെ ഭൈമിയാം പെണ്ണിവൾ തിങ്കള ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും
ഇളനീർ സ്വന്തമാക്കും. മേഘപ്പഴുതുകൊണ്ട് മാനത്ത് കോട്ടയ്ക്കെത്തി നിന്നെ ഞാൻ കൊണ്ടുപോകും. നിങ്ങൾ വീടിച്ചു നിന്ന് മാറത്തെ ചേല കൊണ്ട് നിന്നെ ഞാൻ മൂടി വെക്കും. നടന്നാൽ പുലരി മഴ, കടമിഴിയിൽ കമലദളം, കവിളിണയിൽ സിന്ദൂരം. നടന്നാൽ പുലരി മഴ, പൂഞ്ചൊടിയിൽ പുന്നാരം. കടമിഴിയിൽ കമലദളം, കവിളിണയിൽ സിന്ദൂരം. നടന്നാൽ പുലരി മഴ, പൂഞ്ചൊടിയിൽ പുന്നാരം. മാനത്തെ വെള്ളിക്കിണ്ണം കരളിൽ നിനക്കായി ഒളിച്ചു വെച്ചു. മുപ്പത്തി കമ്മലിടും പൂത്താരങ്ങൾ സഖിമാരാ എന്നോട് തളഞ്ഞു നിന്നു. കടമിഴിയിൽ കമലദളം, കടമിഴിയിൽ കമലദളം, കവിളിണയിൽ സിന്ദൂരം. നടന്നാൽ പുലരി മഴ, പൂഞ്ചൊടിയിൽ പുന്നാരം.
baby, I love you. I love you. I never knew that I could feel like this. Can hardly wait till our next kiss. You're so cool. If I'm dreaming, please don't wake me up, 'cause baby, I can't get enough of what you do. അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. എൻ്റെ സഹോദരരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ വാക്യങ്ങൾ. കാനായിലെ വിവാഹ വിരുന്ന്. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവാൻ യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവർ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ച് പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അത് അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നത് തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിൽ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ ശിഷ്യന്മാർക്ക് അവനിൽ വിശ്വസിച്ചു. Forever seems like a long time, and nothing seems like a long time when I'm with you. I feel like I'm walking on waters since the day that I asked your father to let go of his daughter. So give me your blessing, sir. I'll give her all that I've got. It doesn't look like much, but it sure feels like a lot. Let her take my heart and take my hand. Take my heart and take my hand. Take my heart and take my hand again and again. Right where we stand. I've never really known what love is, but whatever it is, I feel it in your kiss. You won't seem like so
Take my heart, take my hand. Take my heart, take my hand again and again. Right where we stand. Take my heart, take my hand. I'll be your lover and I'll be your friend. Take my heart, take my hand again and again. Right where we stand. പ്രിയമുള്ളവരെ, മാത്യുവും മിനിയും കർത്താവിന്റെ താരങ്ങളിൽ വെച്ച് തങ്ങളുടെ വിവാഹ സമ്മതമെന്ന അവരുടെ തീരുമാനത്തിന്റെ ഔദ്യോഗികമായ പ്രഖ്യാപനവും രേഖപ്പെടുത്തലും നടത്താൻ പോവുകയാണ്. ഈ തിരുക്കർമ്മത്തിലേക്ക് എത്തിയിരിക്കുന്ന നിങ്ങളെല്ലാവരെയും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഇളവൂർ ഇടവകയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. പ്രത്യേകിച്ച് ദൂരെ നിന്ന് വന്നിരിക്കുന്നവർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ആഹ്വാനം സ്വീകരിച്ച് വിവാഹത്താൽ ബന്ധിതരായി ഹൃദയൈക്യത്തിൽ ജീവിക്കുവാനുള്ള തങ്ങളുടെ സമ്മതം പരസ്യമായി പ്രഖ്യാപിക്കുവാൻ അങ്ങേ സന്നിധിയിൽ നിൽക്കുന്ന ഈ വിവാഹാർത്ഥികളെ ആശീർവദിക്കണമേ. മാതൃകാപരമായ കുടുംബജീവിതത്തിന് തങ്ങളെ തന്നെ ഒരുക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരനായ എന്നേക്കും. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അനുഗമിച്ചിടും അവനോട് ചുവടുകളെ, അനുഗമിച്ചിടും അവനോട് ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹമെന്ന കൂദാശ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന ഇവരെ അങ്ങയുടെ കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ. വിവാഹ ജീവിതത്തിന്റെ മഹാത്മ്യം മനസ്സിലാക്കുവാനും അതിനുവേണ്ടി സ്വയം സജ്ജമാക്കുവാനും ഇവരെ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ഞങ്ങളുടെ കർത്താവേ, സത്യമായും ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകും അങ്ങേ ആരാധിക്കുവാനും പുകഴ്ത്തുവാനും ഞങ്ങളെന്നും കടപ്പെട്ടവരാകും. സകലത്തിന്റെയും നാഥ എന്നേക്കും. ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ.
ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനം. ഗുരു ആശീർവദിച്ചാലും 1 കൊരിന്തോസ് 13-ാം അധ്യായം 1 മുതൽ 7 വരെ വായിക്കുന്നു. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകൾ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴുകുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചനവരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാനൊന്നുമല്ല. ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല. അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാക്ഷിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സമാധാനം നിങ്ങളോടുകൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവായ പരിശുദ്ധ സുവിശേഷം. കർത്താവായ മിശിഹായ്ക്കും സ്തുതി. പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഞാനിത് നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. മാത്യു, മിരിയ. ക്രിസ്തു തൻ്റെ സഭയെ സ്നേഹിക്കുകയും അവൾക്ക് വേണ്ടി സ്വന്തം ജീവൻ സമർപ്പിക്കുകയും ചെയ്തു. സഭ ക്രിസ്തുവിനോട് വിശ്വസ്തത പുലർത്തും. ക്രിസ്തീയ വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ വിവാഹത്തിൻ്റെ ഈ കൗതാശിക സ്വഭാവം മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ഉത്തരവാദിത്വ ബോധത്തോടെയും പൂർണ്ണ മനസ്സോടെയുമാണ് വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നും പരസ്യമായി പ്രഖ്യാപിക്കുവാൻ സഭ നിങ്ങൾക്കിപ്പോൾ അവസരം നൽകുകയാണ്. അതിനാൽ ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ട് നിങ്ങളുടെ മനോഗതം നിങ്ങൾ വ്യക്തമാക്കുക. മാത്യു, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയുമനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ മിരിയയെ ഭാര്യയായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നുവോ? ചെയ്യുന്നു. മിരിയ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയുമനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ മാത്യുവിനെ ഭർത്താവായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നുവോ? വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളുടെ വിവാഹ വാഗ്ദാനം സഫലമാക്കുവാൻ, ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രിയമുള്ളവരെ, സമാപനാശീർവാദത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു നന്മ വാക്കും. ഈ ഇടവകയിൽ നിന്ന് ഒരു പെൺകുട്ടി തലശ്ശേരിയിലേക്ക്, കണ്ണൂർ ഭാഗത്തെ ആ ഭാഗത്തേക്ക് പോകുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും അച്ഛൻ്റെയും
ഈ ഇടവകയുടെയും പേരിൽ സ്നേഹപൂർവ്വം ആശംസകൾ നേരുന്നു. അങ്ങോട്ട് പോകുമ്പോൾ ഒരു കാര്യം മനസ്സിലുറപ്പിച്ചിട്ട് പോവുക. മാത്യുവിൻ്റെ വീട്ടിൽ ഞാനായിട്ട് കുഴപ്പമുണ്ടാക്കില്ല. അവരുടെ വീട്ടിൽ ഇപ്പോൾ ഉള്ള സമാധാനം കളയാൻ നീ തീർച്ചയായും കാരണമാകരുത്. അതുകൊണ്ട് ഏത് പെൺകുട്ടിയും ഏത് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ മനസ്സിലുറപ്പിച്ചിട്ട് പോകേണ്ട ഒരു കാര്യമാണ്, ഞാനായിട്ട് എൻ്റെ ദൈവമേ ഇവരുടെ കുടുംബത്തിൽ കുഴപ്പമുണ്ടാക്കില്ല. അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാൽ നിനക്കല്ല എൻ്റെ കേട്, എൻ്റെ അപ്പനും അമ്മയ്ക്കാണ്. കാരണം അവിടുത്തെ കാരണന്മാർ വിളിച്ച് അവരോട് ചോദിക്കും, ഇങ്ങനെയാണ് പിള്ളേരെ വളർത്തുന്നത്. അതുകൊണ്ട് നീ അവിടെ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാക്കിയാൽ അതിൻ്റെ വിഷമം ചുമക്കേണ്ടി വരുന്നത് അപ്പനും അമ്മയാണ്. അതുകൊണ്ട് ഉറക്കെ കുറിച്ച് ഒരു പുതിയ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ദൈവമേ ഞാനായിട്ട് എൻ്റെ വാക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ ഇവരുടെ വീട്ടിൽ ഇവരുടെ ജീവിതത്തിൽ ഒരു കുഴപ്പമുണ്ടാക്കില്ല എന്ന് തീരുമാനിച്ചുറച്ച് ചെല്ലുക. രണ്ടാമത്തെ കാര്യം, നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മുടെ നാട് പോലെ ആവണമെന്നില്ല. എനിക്ക് പോത്തിറച്ചി മാങ്ങക്കറി കിട്ടുമെന്ന് അവിടെ പോയി വാശി പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ചില പോത്തിറച്ചി കിട്ടുമല്ലോ, പക്ഷെ മാങ്ങക്കറി കിട്ടില്ല. അതൊക്കെ അങ്കമാലി സ്പെഷ്യലാണ് എന്ന് പറഞ്ഞാൽ ഇത്രയുള്ള ഓരോ നാടിനും അതതിൻ്റെതായ രുചികളുണ്ട്, അതതിൻ്റെതായ സംസ്കാരങ്ങൾ. വേറൊരു നാട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ രുചികളോട് അവിടുത്തെ സംസ്കാരത്തോട് നാം ചേർന്ന് നിൽക്കുക. ഇതൊക്കെ എന്ത് ഞങ്ങളുടെ നാട്ടിലല്ലേ അല്ലേ നല്ലത് എന്നൊരിക്കലും പറയരുത്. ഒന്നോ രണ്ടോ പ്രാവശ്യം പരിശ്രമിക്കും, അത് കഴിയുമ്പോൾ കണ്ണൂക്കാരാവും. അതുകൊണ്ട് അവിടെയും നന്മയുണ്ട്, ഇവിടെയും നന്മയുണ്ട്. മനുഷ്യരുള്ള എല്ലാ ഇടങ്ങളിലും നന്മയും തിന്മയും. അത് കൂടുതൽ നല്ലത്, ഇത് കുറച്ച് നല്ലത്, അങ്ങനെയുള്ള കമ്പാരിസൺ ഒന്നും പോകേണ്ട. ചെല്ലുന്ന ഇടത്ത് സ്വസ്ഥമായി സന്തോഷമായി ജീവിക്കും. മൂന്നാമത്തെ കാര്യം, കൊച്ചു കാര്യങ്ങളിൽ അനാവശ്യമായി വാശി പിടിക്കാതിരിക്കും. പലപ്പോഴും ഈ പെൺകൊച്ചുങ്ങൾ കുടുംബജീവിതം നശിപ്പിക്കുന്നത് വേണ്ടാത്ത കാര്യങ്ങളിൽ വാശി പിടിച്ചാണ്. അതും വളരെ ചെറിയ കാര്യങ്ങൾ, കുറേ ചെറിയ കാര്യങ്ങൾ വിട്ടുകളയുക, സാരില്ല എന്നൊക്കെ പറഞ്ഞ് വിട്ടുകളയുക. എല്ലാ പുണ്യ കാര്യങ്ങളിലും വാശി പിടിച്ച് ഒരു നല്ല ജീവിതം നശിപ്പിച്ച് കളയരുത്. അപ്പോഴൊരു ജീവിതമല്ലേ ഉള്ളൂ, ആ ജീവിതം സന്തോഷമായിട്ട് ജീവിക്കണം. അത് ഈ വാശിയും വഴക്കും ഒക്കെ ആയിട്ട് പിന്നെ എന്നാ ജീവിക്കുക? അവസാനം 70 വയസ്സാകുമ്പോഴാണ് ജീവിച്ചു തുടങ്ങാനുള്ളത്. അങ്ങനെയാണ്. അതുകൊണ്ട് ദൈവം നിങ്ങൾക്ക് ജീവിക്കാനായിട്ടാണ്, സന്തോഷമായിട്ട് ജീവിക്കാനായിട്ടാണ് രണ്ടുപേരെ കൂട്ടിക്കുന്നത്. ആ കാലത്ത് സന്തോഷമായിട്ട് ജീവിക്കും. അനാവശ്യമായ വാശികളൊക്കെ ഒഴിവാക്കുക. ഇപ്പം ശരിയാവും, മുന്നോട്ട് പോകും. നാലാമത്തെ കാര്യം, ആ വീട്ടിൽ അപ്പനും അമ്മയും സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെയെല്ലാം ചേർത്ത് പിടിച്ച് പോകാനുള്ള ഒരു മനസ്സുണ്ടാകും. ഒരു മനസ്സ്. ഇവരെ എത്രയും വേഗം അവിടെ ചാടിച്ചു കൊണ്ടുപോയി ഒറ്റയ്ക്ക് താമസിക്കണമെന്ന് മോഹം നിനക്കല്ല, വേറെ ചില പിള്ളേർക്ക് ആഫ്രിക്കയിലൊക്കെ ഉണ്ടാവാറുണ്ട്, ഇവിടെയില്ല. അപ്പം അങ്ങനെയുള്ള മോഹങ്ങളൊക്കെ ഉണ്ടാക്കി അവനെ ആ വീട്ടിൽ നിന്ന് ചാടിച്ചെടുത്ത് ആ കുടുംബം കലക്കി അങ്ങനെയൊക്കെ ചിന്തിക്കരുത്. നമ്മൾ ആ വീട്ടിൽ എത്ര കാലം ജീവിക്കണം അത്രയും കാലം സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു മനസ്സ്. ചിലപ്പോൾ ഇത്തിരി ഒതുങ്ങേണ്ടി വരും, ഇത്തിരി വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും, ഇത്തിരി സ്വാതന്ത്ര്യങ്ങൾക്ക് കുറവ് വരും, സാരില്ല. അപ്പം അതുകൊണ്ട് ആ ഒരു നല്ല മനസ്സ് ഇടവകയുള്ള സമൂഹത്തോടെ ചേർന്ന് നിൽക്കാൻ അമ്മയുടെ ഒരു നല്ല മനസ്സ് നിനക്കുണ്ടാവണം. അപ്പം വിദേശത്താണ്, അധികം നാട്ടിലില്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് നിങ്ങൾ രണ്ട് നല്ല കുടുംബം ചേരുമ്പോൾ ഒരു പുതിയ നല്ല കുടുംബം ഉണ്ടാവണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആമേൻ. കല്യാണ വിരുന്നിൽ വെച്ച് വധൂവരന്മാരെ പ്രത്യേകമാം വിധം അനുഗ്രഹിച്ച മിശിഹായുടെ സാന്നിധ്യം അനുഭവിച്ചു അവിടുത്തെ സ്നേഹത്തെ ആശ്രയിച്ച് പ്രാർത്ഥനാനിരതരായി വിവാഹത്തിൽ ഒരുങ്ങുവാൻ കാരുണ്യവാനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനും സന്തോഷത്തോടെ പ്രതീക്ഷയോടെ കൂടെ വിവാഹമെന്ന ഉദാശ സ്വീകരിക്കുവാനും നിങ്ങൾക്ക് അവിടെ നിന്ന് കൃപ നൽകട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാകട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യം അവിടുന്ന് നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. നിങ്ങളെയും സ്നേഹത്തിൽ നിങ്ങളെ വളർത്തിയ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും പ്രിയപ്പെട്ട എല്ലാവരെയും ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
being here with you so close to me. It's hard to fight these feelings when it feels so hard to breathe. I'm caught up in this moment, I'm caught up in your smile. I've never opened up to anyone, so hard to hold back when I'm holding you in my arms. But we don't need to rush this, let's just take it slow. Just a kiss on your lips in the moonlight, just a touch of the fire burning so bright. No, I don't wanna mess this thing up, no, I don't wanna push too far. Just a shot in the dark that you just might be the one I've been waiting for my whole life. So baby, I'm alright with just a kiss goodnight. I know that if we give this a little time, it'll only bring us closer to the love we wanna find. It's never felt so real. No, it's never felt so right. Just a kiss on your lips in the moonlight, just a touch of the fire burning so bright. No, I don't wanna mess this thing up, I don't wanna push too far. Just a shot in the dark that you just might. പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ സമ്മതം അറിയിച്ച മാത്യുവിനും മിലിയയ്ക്കും എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. സോ ഈ ഒരു ചടങ്ങിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇവരുടെ പേരൻസ് ആയിരിക്കാം. സോ അവരുടെ പേരൻസിനെ നമുക്ക് സ്റ്റേജിലോട്ട് ഇൻവൈറ്റ് ചെയ്യാം. സോ മിലിയ, ഷീ ഈസ് ദ ഡോട്ടർ ഓഫ് മിസ്റ്റർ ഷാജു PV ആൻഡ് മിസസ് സിൽബി ഷാജു. So Mr. Shaju PV is a foreman in Kuwait and Silbi Shaju is a housewife. മിലിയയുടെ പപ്പേനെയും മമ്മീനെയും ഏറെ സ്നേഹത്തോടെ സ്റ്റേജിലോട്ട് സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കയ്യടി നൽകി നമുക്ക് അവരെ സ്റ്റേജിലോട്ട് സ്വാഗതം ചെയ്യാം. മിലിയയ്ക്ക് 2 സിസ്റ്റേഴ്സ് ആണുള്ളത്. ഫസ്റ്റ് നിവ്യ ഷാജു, ഷീ ഈസ് എ ഫൈനൽ ഇയർ നഴ്സിംഗ് സ്റ്റുഡൻറ്റ്, and Sania, first year BTech student. Let me welcome Nivya and Sania to the stage. Next is about our groom Matthew John. He is the son of Mr. John MM and Jancy John. Let me welcome both of you to the stage. നല്ലൊരു കയ്യടി നൽകി ഇവരെ ഏറെ സ്നേഹത്തോടും ഏറെ സന്തോഷത്തോടും കൂടെ സ്റ്റേജിലോട്ട് സ്വാഗതം ചെയ്യാം. And Matthew has 2 sisters, and his elder sister is Ginny Sibin, married to Sibin Matthew, and they have a cute little son, Adam Lucas Sibin. Let me welcome all the family to the stage.
and his second sister is Jismi Sidin. She is married to Jidin Teti and they are settled in Dubai. Let me welcome them to the stage. Miliയുടെ grandfather from her mother's side is present here and ആരോഗ്യപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് സ്റ്റേജിലോട്ട് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എങ്കിലും സ്റ്റേജിന് മുന്നിൽ തന്നെ ഇരുന്ന് എല്ലാവിധ ബ്ലെസ്സിങ്സും മിലിക്ക് നേരുന്നുണ്ട്. ഹി ഈസ് മിസ്റ്റർ A.D. സൗരവ്. അപ്പച്ചന്റെ സാന്നിധ്യം തന്നെ വലിയൊരു അനുഗ്രഹമാണ്. Next, Milia and Matthew, you got all your blessings from your late Mrs. Rosie Saurav, Milia's grandmother from her mother's side, and also blessings from late Mr. P.A. Varki Panigulam and Mrs. Tresiama Varki, Milia's grandparents from her father's side. എല്ലാവരുടെയും അനുഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടെ ഒഫീഷ്യൽ പ്രോഗ്രാമിലോട്ട് കടക്കുകയാണ്. So first, we have lighting the lamp ceremony. ഇരുൾ നിറഞ്ഞ ജീവിതത്തിൽ പ്രകാശം എപ്പോഴും ഒരു വഴികാട്ടിയാണ്. ജീവിതത്തിലെ സന്തോഷങ്ങളുടെ ഇടയിൽ ഇരുണ്ട നാളുകൾ ഉണ്ടാവും. ആ ഇരുണ്ട നാളുകളിലും വെളിച്ചമാകാൻ ഇരുവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ലൈറ്റിംഗ് ദ സെറമണിയിലോട്ടാണ് നമ്മൾ ആദ്യമായി കടക്കുന്നത്. ജീവിതത്തിൽ പരസ്പരം പ്രകാശമായി നിറഞ്ഞു നിൽക്കാനായിട്ട് ഇരുവർക്കും സാധിക്കട്ടെ എന്ന് ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു. മധുരം അതെപ്പോഴും സന്തോഷത്തിന്റെ പ്രതീകമാണ്. പരസ്പരം മധുരം പകർന്ന് പുതിയൊരു ജീവിതത്തിലോട്ട് കടക്കാൻ മിലിയെയും മാത്യുവിനെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഫസ്റ്റ് മിലിയ ആൻഡ് മാത്യു ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്ത് പരസ്പരം മധുരം പകരുന്നതായിരിക്കും. Congratulations and celebrations when I tell everyone that you're in love with me. Congratulations and jubilations. I want the world to know I'm happy as can be. Who would believe that I could be happy and contented? I used to think that happiness hadn't been invented, but that was in the bad old days before I met you. When I let you walk into my heart. Thank you all for participating in this beautiful ceremony. അടുത്തതായി ജീവിതത്തിൽ ഒരുപാട് ലഹരികൾ നമുക്കുണ്ടാവും. എന്നാലും മിലിയുടെ സ്നേഹം മാത്യുവിനും മാത്യുവിന്റെ കരുതൽ മിലിയയ്ക്കും ലഹരിയായിട്ടിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വൈൻ ടോസ്റ്റിംഗ് സെറമണിയാണ് അടുത്തത്. ഇവരുടെ സന്തോഷത്തിൽ നല്ലൊരു കൈയടി നൽകി നമുക്ക് ഒന്നും കൂടി പങ്കുചേരാം. All the official programs has came to an end. എല്ലാ ഒഫീഷ്യൽ പ്രോഗ്രാംസും ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഇവരുടെ ഈ സ്നേഹവിരുന്നിൽ ഏറ്റവും സന്തോഷത്തോടും ഒത്തിരി സ്നേഹത്തോടും കൂടെ നിങ്ങൾ എല്ലാവരും പങ്കുചേരണമെന്ന് കുടുംബാംഗങ്ങളെ എല്ലാവരും അഭ്യർത്ഥിക്കുന്നു. ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.
All
Would you dance if I asked you to dance? Or would you run and never look back? Would you cry if you saw me crying? And would you save my soul tonight? Would you tremble if I touched your lips? Or would you laugh? Oh, please tell me this. Now would you die for the one you love? Hold me in your arms tonight. Would you swear that you'll always be mine? Or would you lie